ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു കോളർ ടോപ്പാണ് കേട്ടോ. റൗണ്ട് കോളറും ഫ്രണ്ടിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിങ്ങും കൊടുക്കുന്ന ഒരു കോളറാണ്. നോർമൽ കോളർ ടോപ്പ്. അപ്പോൾ അതിൻ്റെ അളവുകൾ എന്തൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറയാം. ഞാൻ അളവെടുത്തപ്പോൾ ഒട്ടും ലൂസും ഒട്ടും ടൈറ്റും ഇല്ലാണ്ടാണ് അളവുകളെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. കറക്റ്റ് ഫിറ്റിങ്ങിലാണ് അളവുകൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇറക്കം എനിക്ക് കിട്ടിയിരിക്കുന്നത് 46 ഇഞ്ചാണ്. ചെസ്റ്റ് 40.5 ഇഞ്ചാണ്. വേസ്റ്റ് 35.5 ഇഞ്ചാണ്. ഹിപ്പ് 43.5 ഇഞ്ച്. ഷോൾഡർ 16 ഇട്ടിരിക്കുന്നത്. സ്ലീവിന്റെ ലെങ്ത് 11ഉം സ്ലീവിന്റെ താഴ്ഭാഗത്തെ വണ്ണം 10.5യും കുറച്ച് മുകളിലോട്ട് മാറി 12.25 കിട്ടിയിരിക്കുന്നത് കേട്ടോ. നെക്കിന്റെ ഓപ്പണിങ് നമുക്ക് കൊടുക്കുന്നത് 8 ഇഞ്ചിലാണ്. ആം റൗണ്ട് 17 ഇഞ്ച് കിട്ടിയിരിക്കുന്നത്. സ്ലിറ്റിന്റെ ലെങ്ത് 22 ഇഞ്ചാണ് കസ്റ്റമർക്ക് വേണ്ടിയിരിക്കുന്നത്. ഇത്ര ഒരു അളവുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ അവർക്ക് ഈ ടോപ്പ് ഞാൻ എപ്പോഴും ഈ ഒരു ടൈപ്പ് ടോപ്പാണ് അവർക്ക് ആവശ്യമുള്ളത്, അവർക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് എല്ലാം തയ്ച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിലെ ടെക്കും ചെസ്റ്റും എല്ലാ അളവുകളും വളരെ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതുകൊണ്ട് തുണി ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കും ഫ്രണ്ടും ഒന്നിച്ചിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ ലൈനിങ്ങിലാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള എല്ലാ അളവുകളും എടുക്കുന്നത്. നമ്മുടെ നല്ല തുണിയിൽ കറക്റ്റായിട്ടുള്ള അളവുകളൊന്നും അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇത് ഞാൻ ഇതേപോലെ ഹോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് 2.5 മീറ്ററാണ് ലൈനിങ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ട്, ഇങ്ങോട്ടേക്ക് കുറച്ച് തുണി ബാലൻസ് കാണുന്നില്ലെങ്കിലും 2 പീസുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നത് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ലീവ് നമുക്ക് 2.5 മീറ്റർ ലെങ്ത് പീസ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്നാണ് നമുക്ക് സ്ലീവിന് ലൈനിങ് വെക്കാൻ കിട്ടുള്ളൂ. സ്ലീവിന് 11 ഇഞ്ച് ഇറക്കമാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സ്ലീവിനുള്ള തുണി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ മടക്കി വെച്ചിരിക്കുന്നത്. ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഫോൾഡ് ചെയ്ത ഭാഗമാണ്. ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം 2 എണ്ണം, പിന്നെ ഇതിൽ 2 പീസ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ അളവുകളായിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മാർക്കിങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ഷോൾഡറിന്റെ മാർക്കിങ്, ചെസ്റ്റ് മാർക്കിങ്, വേസ്റ്റിന്റെ മാർക്കിങ്, ഹിപ്പിന്റെ മാർക്കിങ്, പിന്നെ നമ്മുടെ ലൈനിങ് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ള അതിന്റെ ഒരു മാർക്കിങ്ങും. അപ്പോൾ നമുക്ക് ചുരിദാറിന്റെ ഫുൾ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചെടുത്താൽ മതി ലൈനിങ്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് കുറച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കണം. അപ്പോൾ എനിക്ക് 46 ഇഞ്ചാണ് ഫുൾ ലെങ്ത് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ 3 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 43 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 44.5 ഇഞ്ചിലാണ് എനിക്ക് ലൈനിങ് കിട്ടേണ്ടത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്യുന്നത് 8.5 ഇഞ്ചിലാണ്. 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അടുത്തത് താഴേക്ക് മാറ്റി 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. കൈക്കുഴിയുടെ ഇറക്കം ഞാൻ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. പിന്നെ വേസ്റ്റിന്റെ ലെങ്ത് എടുക്കുന്നത് 14.5 ഇഞ്ചാണ്. സ്ലിറ്റ് നമുക്ക് 22 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 22.5 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ചുരിദാറിന്റെ ലൈനിങ്ങിന്റെ ലെങ്ത് ആണ് ഈ അടുത്ത് എടുക്കുന്നത്. ഇതെനിക്ക് 46 ഇഞ്ചാണ് ലെങ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ടോപ്പിനും ഒട്ടും കട്ടിയില്ലാത്തതാണ്, ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്, ഇച്ചിരി ഏജുള്ള ആളുമാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി കയറി നിൽക്കേണ്ടതാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 46 നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്. ഞാനൊരു 45 തന്നെ ലൈനിങ്ങിൻ്റെ ഇറക്കം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം നമുക്കൊരു ലൈനാക്കി മാറ്റാം. നമ്മുടെ ഏറ്റവും താഴത്തെ ആ മാർക്കിങ് ഞാനൊരു ലൈനാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മളുടെ ഷോൾഡറും നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈനും നമ്മൾ ഇതേപോലെ ഒരു മാർക്കിങ് കൊടുക്കാം. ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം 40 ആയതുകൊണ്ട് നമ്മൾ കിട്ടുന്ന 10.1 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 11.1 നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്ന 1 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കണം. അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പും കൊടുക്കണം. നമ്മൾ ചെസ്റ്റ് ബൈ 4 പ്ലസ് 1 ഇഞ്ച് ലൂസ്, 1.5 തയ്യൽ തുമ്പ്. അപ്പോൾ ഇത് കോളർ ടോപ്പ് ആയതുകൊണ്ടാണ് അത്ര ലൂസ് കൊടുക്കുന്നത് കേട്ടോ.
ഇനി വേസ്റ്റിന്റെ വണ്ണം 35.5 അതിന്റെ 4 എന്ന് പറയുമ്പോൾ 8.75 അതിൻ്റെ കൂടെ 3/4 ഇഞ്ചും കൂടെ കൂട്ടി 9.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 3/4 ഇഞ്ചാണ് ഇവിടെ ലൂസ് കൊടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിപ്പിന്റെ ഭാഗത്തെ വണ്ണം 43.5 അപ്പോൾ നമ്മുടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10.75 അതിൻ്റെ കൂടെ നമ്മളിവിടെ 1/2 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 10.75 കൂടെ 1/2 കൂട്ടുമ്പോൾ 11.25 കിട്ടുന്നത്. ആ 11.25 ഇതേപോലെ വെച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. എനിക്ക് താഴ്ഭാഗത്തെ മാർക്കിങ് ഞാൻ അവർക്ക് ഇട്ടുകൊണ്ട് വന്ന ടോപ്പിന്റെ അളവ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 14 ഇഞ്ചാണ് കിട്ടിയത്. ആ 14 ഇഞ്ച് അപ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പോയിന്റുകളും ഒരു ലൈനാക്കി മാറ്റാതെ ഉണ്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. താഴേക്ക് ഞാൻ ഇതേപോലെ ഷേപ്പ് ചെയ്തു. ഇനി ഇതാണ് നമ്മുടെ കട്ടിങ് ലൈൻ കേട്ടോ. ഇത് ഞാൻ വരയ്ക്കുന്നതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈന്. താഴേക്ക് നമ്മൾ 1 ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. 1 ഇഞ്ച് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ ആം റൗണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഭാഗം മാറ്റി വയ്ക്കാം. നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ലിറ്റിന്റെ ഈ മാർക്കിങ്ങിന്റെ ഭാഗം വരുന്നത് സ്ലിറ്റിന്റെ ഓപ്പണിങ് തുടങ്ങുന്ന ഭാഗമാണിത്. അത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ടിങ് കാണുമ്പോൾ ഇത് നമ്മുടെ സ്ലിറ്റിന്റെ ഭാഗമൊന്നും മനസ്സിലാവുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പീസ് നിവർത്തിയിടാം. അതിനുശേഷം ഞാൻ ടക്കിന്റെ മാർക്കിങ് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. 40.5 ചെസ്റ്റ് സൈസുള്ള ഒരാളുടെ കോളർ ടോപ്പിന്റെ ടക്കിങ്ങിന്റെ മാർക്കിങ് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതുണ്ട്, ഞാൻ 9.5 ഇഞ്ചിലാണ് ടക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ബാക്കി പീസാണ് കേട്ടോ. പിന്നെ വീണ്ടും നമ്മളൊരു 9 ഇഞ്ചില് മാർക്ക് ചെയ്തു. 40 ചെസ്റ്റ് സൈസ് ഉള്ളതുകൊണ്ട് നമ്മൾ 4 ഇഞ്ച് വീതിയിലാണ് ടക്കിന്റെ ഒരു സൈഡില് പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെയും സെയിം 4 ഇഞ്ച് വീതിയിലാണ് ടക്കിന്റെ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുണ്ട് ഈ പോയിന്റ് ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് മറുഭാഗത്തും ടക്ക് വേണം, 2 സൈഡിലും ടക്ക് വേണമല്ലോ. അപ്പൊ അതൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ പോയിന്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ പീസ് ഒന്ന് മറിച്ച് വെക്കാം, മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടാം ഹോൾ ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കണം. ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് കുഴിച്ചു വെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. അപ്പൊ ഞാനിതിനെ ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തു. ഇതുണ്ടോ? അപ്പൊ ഇതിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു വർക്കുണ്ട്. അപ്പൊ ഈ വർക്കിന്റെ സെന്ററാണ് നമുക്ക് കൃത്യം വരേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഇതിങ്ങനെ പിടിച്ച് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ആ ഒരു ഭാഗം സെന്റർ കിട്ടണ്ടേ. ഞാൻ ഇതേപോലെ ഇതിനെ നമ്മൾ ഒപ്പം ഇട്ടേക്ക് സൈഡ് എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ വർക്ക് കറക്റ്റ് സെന്ററാക്കി നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് നിവർത്തിയിടുക. ഫ്രണ്ട് പീസ് നമുക്കൊന്ന് എടുക്കാം, ബാക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരം നല്ല എളുപ്പമായിരിക്കും. നമുക്ക് ഈ ഒരു ഭാഗം അങ്ങ് എടുത്താൽ മതിയല്ലോ. ഇനി ബാക്ക് പീസ് ആണോ ഫ്രണ്ട് പീസ് ആണോ നമുക്ക് ഇരിക്കുന്നത് നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് അങ്ങ് പോവുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതങ്ങടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പം ഇതിൻ്റെ ലെങ്തൊക്കെ വളരെ കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇത്ര ആവശ്യമുള്ളൂ, ലൈനിങ് ഒക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ലോണം ഇച്ചിരി കൂടുതലിട്ടാണ് കട്ട് ചെയ്യുന്നത്, കറക്റ്റായിട്ടല്ല ഇതേപോലെ ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. സൈഡൊന്നും ഒത്തിരി കളയേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടോ, ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് പീസ്. അത് നമ്മൾ
സ്ലീവ് ഈ ഒരു പീസിൽ നിന്നാണ് നമുക്ക് സ്ലീവ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഭാഗം മാത്രം നമുക്കിതൊന്ന് ഹോൾഡ് ചെയ്തെടുക്കാം. ഇതേപോലെ ആവശ്യത്തിന് മാത്രം ഒന്ന് ഹോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് സ്ലീവിനും കിട്ടും. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കറക്റ്റ് ലെങ്ത് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. കുട്ടികൾക്കെല്ലാം ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണേ. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുമ്പോൾ ഇതേപോലെ ഒരുപാട് അളവുകളും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം വളരെ ഉപകാരമാകും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കൂടെ വെക്കണേ. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഫ്രണ്ട് ഭാഗം വെട്ടിയെടുത്തോളം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഈ ഭാഗം നമുക്ക് സ്ലീവിനായിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.